Practical problems on union and intersection of two sets. If A is any set, the number of elements in A is denoted as n of A. ഒരു സെറ്റ് എയിലെ നമ്പർ ഓഫ് എലിമെന്റ്സ് എത്രയാണെന്ന് കാണിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് n of A എന്നുള്ള സിമ്പിൾ. If A and B are any two sets, then n of A union B equal to n of A plus n of B minus n of A intersection B. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. എ യൂണിയൻ ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന റിസൾട്ടാണ്. n of A union B is equal to n of A plus n of B minus n of A intersection B. If A and B are disjoint sets, then n of A union B equal to n of A plus n of B. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയിലെ എലിമെന്റ്സ് ഒന്നും ഇല്ല. ഡിസ്ജോയിന്റ് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ടേം n of A ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പോൾ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ യൂണിയൻ ബി n of A യൂണിയൻ ബി എന്ന് പറയുന്നത് n of A plus n of B ആകും. If A, B, C are any three sets, then n of A union B union C is equal to n of A plus n of B plus n of C minus n of A intersection B minus n of B intersection C minus n of A intersection C plus n of A intersection B intersection C. n of A complement equal to n of U minus n of A. A കോംപ്ലിമെന്റിലെ എലിമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് യുവിലെ എലിമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് എയിലെ എലിമെന്റ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. n of A ഡിഫറൻസ് B ഈക്വൽ ടു n of A മൈനസ് n of A ഇന്റർസെക്ഷൻ B. ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടാണ്. പ്രോബ്ലംസ് വരുന്നതാണ്. A ഡിഫറൻസ് ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എയിലെ എലിമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് A ഇന്റർസെക്ഷൻ ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് തുല്യമായിരിക്കും. അതേപോലെ തന്നെ n of B ഡിഫറൻസ് A എന്ന് പറയുന്നത് n of B മൈനസ് n of A ഇന്റർസെക്ഷൻ B ആയിരിക്കും. അതായത് B ഡിഫറൻസ് എയിലെ എലിമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് A ഇന്റർസെക്ഷൻ ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും. ഇത് രണ്ടും പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. n of A complement union B complement equal to n of A intersection B whole complement which is equal to n of U minus n of A intersection B. ഇത് ഡി മോർഗൻസ് ലോസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് അറിയാവുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. അത് ഡി മോർഗൻസ് ലോ ആണ്. അപ്പോൾ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഡി മോർഗൻസ് ലോസ് യൂസ് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. പക്ഷേ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റിലെ എലിമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? യുവിലെ എലിമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് തുല്യമായിരിക്കും. അത് ഈ റിസൾട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുവിലെ എലിമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് എയിലെ എലിമെന്റ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതാണ്. അതേപോലെ n of A ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിലെ എലിമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിലെ എലിമെന്റ്സിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് തുല്യം. അതേപോലെ തന്നെ ഡി മോർഗൻസ് ലോസ് യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു റിസൾട്ടാണിത്. n of A complement intersection B complement is equal to n of A union B complement. ഇത് ഡി മോർഗൻസ് ലോ ആണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് നമുക്കറിയാം എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആയിരിക്കും. പക്ഷേ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ യു മൈനസ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ആണ്. അപ്പോൾ ഇത്രയും റിസൾട്ട്സ് അറിഞ്ഞിരുന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ റിസൾട്ടാണ് അറിയേണ്ടത്. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. ഈ റിസൾട്ടും അതുപോലെ കോംപ്ലിമെന്റ് ഡിഫറൻസ് റിസൾട്ടുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഈ റിസൾട്ടുകൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി. First question, if x and y are two sets such that x has 40 elements and if x union y has 60 elements and x intersection y has 10 elements, how many elements does y have? x ഉം y രണ്ട് സെറ്റുകളാണ് തന്നിരിക്കുന്നു. എക്സിനകത്ത് 40 എലിമെന്റ്സും എക്സ് യൂണിയൻ വൈയിൽ 60 എലിമെന്റ്സും എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ 10 എലിമെന്റ്സും ഉണ്ടെങ്കിൽ വൈയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. The number of elements of x is equal to 40, n of x union y is equal to 60,
n of x intersection y equal to 10. നമുക്കറിയാവുന്ന റിസൾട്ട് n of x union y is equal to n of x plus n of y minus n of x intersection y. ഇതിനകത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x union y എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് x union y എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 60 is equal to എലിമെന്റ്സിന് x എന്ന് പറയുന്നത് 40 ആണ്. 60 equal to 40 plus n of y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് plus n of y minus x intersection y ൽ 10 elements minus 10. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n of y എന്ന് പറയുന്നത് 60 minus 40 plus 10 അതായത് 30. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ റിസൾട്ട് അറിഞ്ഞിരുന്നാൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. In a group of 70 people, 37 like coffee, 52 like tea, and each person like at least one of the two drinks. How many people like both coffee and tea? 70 പേരുള്ള ഒരു ഗ്രൂപ്പിൽ 37 പേര് കാപ്പി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, 52 പേര് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഈ തന്നിരിക്കുന്ന 70 പേരിൽ ഈ രണ്ട് ടീ ഒന്നുകിൽ ടീ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ടീയും കോഫിയും കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സി എന്ന് പറയുന്നതാണ് കോഫി കുടിക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കുക. അതുപോലെ ടീ എന്ന് പറയുന്നത് ചായ കുടിക്കുന്നവരുടെ ആളുകളുടെ എണ്ണം എടുക്കാം, അല്ലെങ്കിൽ സെറ്റ് എന്ന് എടുക്കാം. ലെറ്റ് സി ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് കോഫി ആൻഡ് ടി ദ പീപ്പിൾ ഹു ലൈക്ക് ടീ. അങ്ങനെയാണെങ്കിൽ മൊത്തം 70 പേരാണെന്ന് തന്നിട്ടുണ്ട്. അതായത് എൻ ഓഫ് സി യൂണിയൻ ടി ആണ് 70, അതുപോലെ എൻ ഓഫ് സി ആണ് 37, അതുപോലെ എൻ ഓഫ് ടി ആണ് 52. ഇത് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് എന്താ? ഹൗ മെനി പീപ്പിൾ ലൈക്ക് ബൂത്ത് കോഫി ആൻഡ് ടീ. അതായത് നമുക്ക് വേണ്ടുന്നത് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ്. കോഫിയും ടീയും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരെന്നല്ലേ ചോദ്യം. അപ്പോൾ എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ് വേണ്ടത്. നമുക്കറിയാവുന്ന റിസൾട്ട് എൻ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. ഈ വാല്യൂസ് എല്ലാം ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു 37 plus 52 minus 70, അതായത് 89 minus 70 ഈക്വൽ ടു 19 എന്ന് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ആ സെറ്റ് ഏതാണ് ഐഡന്റിഫൈ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വേഗം കിട്ടും. അടുത്തത്. In a group of 65 people, 40 like cricket, 10 like both cricket and tennis. How many like tennis? How many like tennis only and not cricket? ഈ ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടതാണ്. ഇത് വ്യത്യാസപ്പെട്ട ക്വസ്റ്റ്യനാണ്. അത് പഠിച്ചോളൂ. ഒരു ഗ്രൂപ്പിൽ 65 പേരുണ്ടെന്ന് തന്നിട്ടുണ്ട്. അതിൽ 40 പേര് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു, 10 പേര് ക്രിക്കറ്റും ടെന്നീസും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് ടെന്നീസ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടെന്നീസ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നു, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. ലെറ്റ് സി ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ് ആൻഡ് ടി ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മൊത്തം 65 ആളുകളുണ്ടെന്ന്. അതായത് എൻ ഓഫ് സി യൂണിയൻ ടി ആണ് 65. 40 പേരാണ് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുന്നത്. അതായത് എൻ ഓഫ് സി ആണ് 40. 10 പേര് ക്രിക്കറ്റും ടെന്നീസും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുന്നത്. അതായത് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ് 10. എൻ ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്, അതായത് എൻ ഓഫ് ടി കണ്ടുപിടിക്കണം. നമുക്കുള്ള റിസൾട്ട് എൻ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 65 ഈക്വൽ ടു 40 പ്ലസ് എൻ ഓഫ് ടി മൈനസ് 10. അതിൽ നിന്ന് എൻ ഓഫ് ടി എന്ന് പറയുന്നത് ഈ 40 മൈനസ് 10 ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 40 എന്നുള്ളത് -40 ആകും, -10 എന്നുള്ളത് +10 ആകും. അപ്പോൾ 65 മൈനസ് 40 പ്ലസ് 10 ഇറ്റ് ഈക്വൽ ടു 35. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് എന്ന് പറയുന്നത് നമുക്ക് 35 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്. അപ്പോൾ ടെന്നീസ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടാത്തവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. ടെന്നീസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടാത്തവരെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ സി കോംപ്ലിമെന്റ് ആണെന്ന് നോക്കുക. എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. ടിയിലുള്ളത് സിയിലില്ലാത്തതെന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് എന്താ? ടിയിലുള്ളത് സിയിലില്ലാത്തതെന്നാണ്. അതായത് ടി ഡിഫറൻസ് സി ആണ്. എൻ ഓഫ് ടി ഡിഫറൻസ് സി എന്താ? എൻ ഓഫ് ടിയിൽ നിന്ന് സി ഇന്റർസെക്ഷൻ ടി കുറയ്ക്കുന്നതാണ്. നമ്മൾ എൻ ഓഫ് എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ മൈനസ്
എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതിയാൽ എൻ ഓഫ് ടി മൈനസ് സി, അല്ലെങ്കിൽ ടി ഡിഫറൻസ് സി എന്ന് പറയുന്നത് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ്. അപ്പോൾ ഈ വാല്യൂ നമുക്കറിയാവുന്നതാണ്. നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് എന്ന് പറയുന്നത് 35 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്റർസെക്ഷനിലെ വാല്യൂവും ക്വസ്റ്റനിൽ തന്നിട്ടുള്ളതാണ് 10. 35 മൈനസ് 10 25 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In a committee, 50 people speak French, 20 speak Spanish, and 10 speak both Spanish and French. How many speak at least one of these two languages? ഒരു കമ്മിറ്റിയിൽ 50 പേര് ഫ്രഞ്ച് സംസാരിക്കുന്നു, 20 പേര് സ്പാനിഷ് സംസാരിക്കുന്നു, 10 പേര് ഈ ഫ്രഞ്ചും സ്പാനിഷും സംസാരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ് എന്ന് പറയുന്നത് യൂണിയൻ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ്. അപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ സെറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് ഫ്രഞ്ച് ആൻഡ് എസ് ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് സ്പാനിഷ്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം 50 ആണ് തന്നിട്ടുണ്ട്. അതായത് എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 50. സ്പാനിഷ് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം 20 ആണ്. അപ്പോൾ എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 20. സ്പാനിഷും ഫ്രഞ്ചും സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം 10. അപ്പോൾ എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 10. നമ്പർ ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ടു ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എസ് യൂണിയൻ എഫ് ആണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും യൂണിയൻ ആണെന്ന് ഓർത്തോണം. എൻ ഓഫ് എസ് യൂണിയൻ എഫ്. എൻ ഓഫ് എസ് യൂണിയൻ എഫ് എന്ന് പറയുന്ന റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് എഫ് മൈനസ് എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 20 പ്ലസ് 50 മൈനസ് 10 അതായത് 60. Suppose in a group of 100 people, 80 take tea, 30 take coffee, and 20 take both tea and coffee. Find number of people taking neither tea nor coffee, number of people taking exactly one of the two drinks, and see number of people taking no tea or no coffee. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് പഠിച്ചോളെ. 100 പേരുള്ള ഒരു ഗ്രൂപ്പിൽ 80 പേര് ചായ കുടിക്കുന്നവര്, 30 പേര് കോഫി കുടിക്കുന്നവരും 20 പേര് ചായയും കാപ്പിയും കുടിക്കുന്നവരുമാണ്. അങ്ങനെയാണെങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പീപ്പിൾ ടേക്കിംഗ് നൈദർ ടീ നോർ കോഫി, ടീയും കോഫിയും കുടിക്കാത്ത ആളുകളുടെ എണ്ണം. അതുപോലെ നമ്പർ ഓഫ് പീപ്പിൾ ടേക്കിംഗ് എക്സാക്ട്ലി വൺ ഓഫ് ദ ടു ഡ്രിങ്ക്സ്, ഒന്നുകിൽ ചായ അല്ലെങ്കിൽ ഒന്നുകിൽ കോഫി, ആ രീതിയിൽ ഉള്ള ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചായയും കുടിക്കുന്നില്ല കോഫിയും കുടിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം. വ്യത്യാസമുണ്ട്. ആദ്യത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ ആൻഡ് ആണ് വരുന്നത്, ഇവിടെ ഓർ ആണ് വരുന്നത്. ശ്രദ്ധിച്ചോണം. അത് നൈദർ ടീ നോർ കോഫി എന്ന് പറയുമ്പോൾ ചായയും കുടിക്കുന്നില്ല കോഫിയും കുടിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒന്നുകിൽ ചായ കുടിക്കുന്നില്ല അല്ലെങ്കിൽ കോഫി കുടിക്കുന്നില്ല, ആ രീതിയിലുള്ള ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടും സെയിം അല്ല, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് ചെയ്താൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതാം. അപ്പം ടോട്ടൽ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എൻ ഓഫ് യു എന്ന് പറയുന്നത് 100 എന്ന് എടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ അതായത് എൻ ഓഫ് യു എന്ന് പറയുന്നത് 100 എന്ന് എടുക്കാം. അതുപോലെ 80 പേരാണ് ചായ കുടിക്കുന്നവരും തന്നിട്ടുണ്ട്. അപ്പോൾ എൻ ഓഫ് ടി എന്നുള്ളത് 80 എന്ന് എടുക്കുക. അതുപോലെ 30 പേരാണ് കോഫി കുടിക്കുന്നവരും തന്നിട്ടുണ്ട്. അതായത് എൻ ഓഫ് സി എന്ന് പറയുന്നത് 30. ചായയും കാപ്പിയും കുടിക്കുന്നവരുടെ എണ്ണമാണ് 20. അതായത് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ് 20. അപ്പോൾ ഇത്രയും ഡേറ്റ വെച്ച് നമുക്കൊരു വെൻ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് റെക്ടാങ്കിൾ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാം. യൂണിവേഴ്സൽ സെറ്റിൽ മൊത്തം 100 ആളുകളാണ് ഉള്ളതെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 2 സബ്സെറ്റ്സ് ടിയും സിയും. ടിയിൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത് 80 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോമൺ ഏരിയയും ഉണ്ട്. അപ്പോൾ ആദ്യം ഇന്റർസെക്ഷൻ പോർഷനിൽ നിന്ന് വേണം നമ്മൾ നമ്പർ ഫില്ല് ചെയ്ത് പോകാൻ. ടീയും കോഫിയും കുടിക്കുന്നവരുടെ എണ്ണം 20 ആണ് തന്നിട്ടുണ്ട്. അതായത് സർക്കിൾസ് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പൊസിഷനിലാണ് 20 വരുന്നതെന്ന് നോക്കുക. അതുപോലെ ടീ കുടിക്കുന്നവരുടെ എണ്ണം ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 80ൽ 20 ഇവിടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ പോർഷനിൽ എങ്ങനെയാണ് വരുന്നത്? 80ൽ നിന്ന് ഈ 20 കുറയ്ക്കണം. അതായത് 60 പേരാണ് ടീ മാത്രം കുടിക്കുന്നവരുടെ എണ്ണം. മനസ്സിലായല്ലോ?
സർക്കിൾ ടിയിൽ വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 80 ആണ്. അതിൽ കോമൺ ഏരിയയിൽ 20 പോയി. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 80 നിന്ന് ഈ 20 കുറച്ചു, അതായത് 60. അതേപോലെ തന്നെ സി, എൻ ഓഫ് സി എന്ന് പറയുന്നത് 30 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫുൾ സർക്കിളിലെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. അതിൽ 20 ഇവിടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 30 - 20 = 10. ഇനി ഇത് ഈ രണ്ട് സർക്കിളിലും പെടാത്ത എത്ര പേരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം 100 ആണെന്ന് അറിയാം. ഈ 100ൽ നിന്ന് ഈ 60, 20, 10 കൂടി കൂട്ടി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് 100 - 60 + 20 + 10 ആണ് ഈ ഔട്ട് സൈഡിൽ, രണ്ട് സർക്കിൾസിന്റെ ഔട്ട് സൈഡിൽ എത്ര പേരാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം. മനസ്സിലായല്ലോ? ഇവിടെ 60 പേര്, ഇവിടെ 20 പേര്, ഇവിടെ 10 പേരുമാണുള്ളത്. മൊത്തം 100 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 100ൽ നിന്ന് ഈ എണ്ണം 60ഉം 20ഉം 10ഉം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ സർക്കിൾസിന്റെ ഔട്ട് സൈഡിൽ വരുന്ന ആളുകളുടെ എണ്ണം കിട്ടും. അതായത് 100 - 90 = 10 എന്ന് കിട്ടി. വെൻ ഡയഗ്രാം വരച്ച് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ എന്താ? നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് നൈദർ ടീ നോർ കോഫി. അതായത് ഈ സർക്കിൾ എന്താ? ടീ കുടിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ കോഫി കുടിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. ടീയും കോഫിയും കുടിക്കാത്ത ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളിന് വെളിയിൽ വരുന്ന നമ്പർ അല്ലേ എഴുതേണ്ടത്? അതായത് 10 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് നൈദർ ടീ നോർ കോഫി എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് എക്സാക്ട്ലി വൺ ഓഫ് ദി 2 ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചായ മാത്രം കുടിക്കണം, അല്ലെങ്കിൽ കോഫി മാത്രം കുടിക്കണം. അതായത് ഈ ഏരിയയിലെ ആളുകളുടെ എണ്ണവും അതേപോലെ ഈ ഏരിയയിലെ ആളുകളുടെ എണ്ണവുമാണ്. ഇന്റർസെക്ഷൻ ഒഴിവാക്കിയുള്ള ബാക്കി രണ്ട് ഏരിയയിലെ ആളുകളുടെ എണ്ണം. അതായതാണ് 60 + 10. 60 + 10 = 70. ഇനി നമ്പർ ഓഫ് പീപ്പിൾ ടേക്കിംഗ് നോ ടീ ഓർ നോ കോഫി എന്ന് പറഞ്ഞാൽ ടീയും ഒന്നുകിൽ ടീ കുടിക്കുന്നില്ല അല്ലെങ്കിൽ കോഫി കുടിക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമാണ്. അതായത് ടീയും കോഫിയും കുടിക്കുന്ന ആളുകളുടെ എണ്ണം നമുക്കറിയാം. രണ്ടും ടീയും കോഫിയും കുടിക്കുന്ന ആളുകളുടെ എണ്ണം 20 ആണെന്നറിയാം. മൊത്തം ആളുകളുടെ എണ്ണം 100 ആണെന്ന് പറയാം. അപ്പോൾ ഈ 100 നിന്ന് ഈ 20 കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ടീയും കുടിക്കുന്നില്ല അല്ലെങ്കിൽ കോഫിയും കുടിക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കിട്ടും. അതായത് 100 - 20 = 80. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ കോമൺ പോർഷനിലുള്ള എലിമെന്റ്സിൽ നിന്നാണ് ആദ്യം എഴുതി തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കുക. അതിനകത്തുനിന്ന് 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് നോക്കുക. ഓക്കെ.